ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ. ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂരിലൊരു വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ 3 പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നു. കുറച്ച് ആൽബമൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മ എടുത്ത് പറഞ്ഞു, ഋഷി ഇതിന്റെ അവരുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റുകളാണ്, എല്ലാം ഡാൻസ് ചെയ്യൂട്ടോ, ഒന്ന് കണ്ടുപോകുന്ന പറയുമ്പോൾ കണ്ണൊക്കെ നല്ലവണ്ണം വരച്ച് കൊച്ചിലെ. അതായത് ആദ്യമൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കണം വരെ കണ്ണൊക്കെ നീട്ടി ചിക്കൻ വെച്ചു കുറെ ഫോട്ടോസ് ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി. നമ്മുടെ സിനിമയിലും വായിച്ചിരുന്നു. ഇല്ല, എൻ്റെ ആഗ്രഹമൊക്കെ എടുക്കും. അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ ആരോ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഒരു വിഷയം പറയുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ശശിയെടുത്തൊന്ന് പരിചയപ്പെടുത്താൻ നമ്മൾ പോയി. രസമായിരിക്കുന്നു അല്ലേ? പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കളിന്നിട്ട് അവരുടെ അടുത്തുള്ള പേപ്പർ എഴുതട്ടെ ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ടോ. പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു. ഞാൻ ഉപേക്ഷിച്ചിട്ട് അവരെയൊന്നും ഭാഗവയ്ക്കല്ല ഉപേക്ഷിച്ചില്ല. ഞാൻ ട്യൂൺ ചെയ്യട്ടെ, ട്യൂൺ ചെയ്തു ഞാൻ ചെയ്യാം. അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. അവിടെയാണ് എന്റെ നാണക്കേട്. അപ്പൊ ഞാൻ ശരിയാട്ടോ ഇങ്ങനെ പലരും നടക്കുന്നു. തിരുനെല്ലിക്കാട് പൂത്തു തിന തിന്ന ചേട്ടാ സൂപ്പറായിരിക്കുന്നേട്ടോ, നന്നായിരിക്കുന്നു. ആണല്ലേ ഉർവശി? ഇത് ഉർവശി വെച്ചു ആരെ കാണിക്കല്ലേ, എനിക്ക് പരിഹാസം കേൾക്കാൻ വയ്യ ഉർവശി. നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയണം. ഇപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ട ഉപേക്ഷയുടെ പാട്ട് ഇല്ല, അവർക്കൊക്കെ അറിയാം കേട്ടോ. ബഹദൂറെങ്കിലും മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്, മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ. അപ്പൊ ഞാനിത് വിളിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ എറണാകുളത്തോട്ട് പോവുക, വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്. വണ്ടി കയറി ഇരുന്നപ്പോൾ നേരത്തെ പോലെ കുട്ടപ്പൻ, അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പന്റെ വണ്ടിയാ. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും, ഭയങ്കര സ്പീഡാ. ഇതിന് 5 മിനിറ്റ് പറഞ്ഞു കുട്ടപ്പ പാട്ടിട്ട് കുറെ പാട്ടുകൾ ഇങ്ങനെ വന്ന് അടുത്തത് ഒരു പാട്ട് കാസറ്റാ. യേശുദാസും ഇത് ഉയർന്ന് ആലപിക്കുന്ന ഗാനം. നമുക്ക് നേരത്തെ കാസറ്റ് ഇറങ്ങുമല്ലോ. ദാസേറ്റും വേറെ തിരുനെല്ലിക്കാട്. അയ്യോ അതിനിടയ്ക്ക് പാട്ട് സിനിമയിൽ ഞാൻ പാടിയാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് എഴുതിയ പാട്ട് ഇന്ന് സിനിമയിൽ വന്നിരിക്കുന്നു. ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ അതേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പ കൈ കെട്ടി ഇങ്ങനെ എനിക്ക് മോനൊക്കെ ഇത് സഹിക്കാൻ വയ്യ. ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞില്ല ഈ പാട്ടിനെ കുറിച്ച്. 4 ദിവസം കഴിഞ്ഞ് പോകണം ഒരു മുകേഷനെ കാണുന്നവിടെ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്ത് പറഞ്ഞ് തോപ്പിക്കാൻ, ഒന്നും പറഞ്ഞ് തോപ്പിക്കാൻ പറ്റില്ല. ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ്. സത്യത്തിൽ ഹ്യൂമർ അവതരിപ്പിക്കുന്ന, സിനിമ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മുകേഷിന്റെ അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡിൽ ചിരിപ്പിക്കുകയും ചെയ്യുന്ന തമാശ